ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനത് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു, കിച്ചണിൽ കയറിയതാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടും പിന്നെ നമ്മുടെ ചിക്കൻ്റെ ഗിസാർഡില്ലേ അതിൻ്റെ കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനൊരു കുക്കറിൽ കുറച്ച് ചിക്കൻ ഗിസാർഡും പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു ഇത്തിരി വെള്ളം അത്രയും ഒഴിച്ചിട്ട് ഞാനൊരു കുക്കറിൽ അതൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഒരു 2 വിസിൽ അത്രേ വേണ്ടു. അപ്പോൾ ആ നേരം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കറിയിലേക്ക് വേണ്ട ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഒരു ഉള്ളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്നൊരു പരിവമാക്കി എടുക്കണം. ഇന്നെനിക്ക് വലിയൊരു പണിയുണ്ട് ഗൈസ്, അതെന്താന്നല്ലേ വഴിയേ വരും. ഞാനിതാ നമ്മളെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയാലോ. ഇപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഇതാക്കണ്ടോ, ഞാനൊരടുപ്പത്ത് കുക്കറും കൂടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ പുട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ നമ്മുടെ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് തുടങ്ങിയാലോ. അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഗൈസ്. ഞാനെപ്പോഴും എളുപ്പത്തിൽ പെട്ടെന്നാവാൻ വേണ്ടി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് തക്കാളി മുറിച്ചിടാൻ പോവുകയാണ്. ബാലൻസ് തക്കാളിയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ ശരിക്കൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്താലോ. ഓക്കെ, അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം മുളക് പൊടി ഇട്ടു. ഞാൻ മുളക് പൊടി എപ്പോഴും യൂസ് ചെയ്യുന്നത് കുറവാട്ടോ. എനിക്ക് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എപ്പോഴും അധികം കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യും. മല്ലിപ്പൊടി എടുക്കാൻ പാടുള്ളൂ ഗൈസ്, അത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഗരം മസാല, ചിക്കൻ മസാലപ്പൊടി എല്ലാം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ആ കറിൻ്റെ ഒരു പൊടിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്ത നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഗിസാർഡ് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഉണ്ട്. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് വെള്ളം പോലും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്.
കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഉപ്പ് എന്തായാലും നമ്മൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ എന്തായാലും കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഓഫാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ ഗിസായുടെ കറി റെഡിയായി. കണ്ടോ, ഇതാണ് കറി. അപ്പോൾ ഗായ്സ്, നമ്മുടെ മുട്ടും ചിക്കൻ ഗിസാർഡിൻ്റെ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ കഴിച്ചിട്ട് വരാം. ബൈ.